കണ്ണൂർ തയ്യിലിൽ 1.5 വയസ്സുള്ള മകനെ കടലിലെറിഞ്ഞു കൊന്ന കേസിൽ പ്രതി ശരണ്യയ്ക്ക് ജീവപര്യന്തം 1 ലക്ഷം രൂപ പിഴ അടയ്ക്കണം. തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി വിധിച്ചത്. ഇപ്പോൾ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. വിശദാംശങ്ങൾ. നിർണായകമായ വിധിയാണ് ഇപ്പോൾ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്വന്തം മകനെ 1.5 വയസ്സുകാരനായ സ്വന്തം മകനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസിലാണ് മാതാവായ ശരണ്യയ്ക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് ശരണ്യ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയത്. കൊലപാതക കുറ്റം തെളിഞ്ഞിരുന്നു. അതേസമയം തന്നെ രണ്ടാം പ്രതിയായ ആൺസുഹൃത്ത്, അതായത് ശരണ്യയുടെ ആൺസുഹൃത്ത് നിധിനെ കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമായി നടന്ന കൊലപാതകം എന്നുള്ളതായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. അങ്ങനെയാണ് പോലീസ് കോടതിയിൽ എത്തുകയും ചെയ്തത്. പക്ഷേ ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. അങ്ങനെയാണ് രണ്ടാം പ്രതിയായ നിധിനെ വെറുതെ വിട്ടത്. പക്ഷേ അതേസമയം ഒന്നാം പ്രതിയായ ശരണ്യ കുറ്റക്കാരിയാണ്. ശരണ്യയുടെ മേലുള്ള കൊലപാതക കുറ്റം തെളിഞ്ഞു എന്ന് കോടതി പറഞ്ഞിരുന്നു. ഇന്നലെയാണ് ഈ ശിക്ഷാവിധിയിന്മേലുള്ള വാദപ്രതിവാദം നടന്നത്. ആ സമയത്ത് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ ശരണ്യക്ക് നൽകണം എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. പക്ഷേ ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്ന് കരുതാൻ കഴിയില്ലെന്ന് കോടതി പറയുന്നു. അതേസമയം തന്നെ ജീവപര്യന്തം ശിക്ഷ കൊടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള ക്രൈം, കുറ്റകൃത്യം അത് ശരണ്യയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് കോടതിയുടെ കണ്ടെത്തൽ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിഷ്കളങ്കനായ ഒരു 1.5 വയസ്സുകാരനായ കുഞ്ഞിനെ, ആ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ പരിരക്ഷ ലഭിക്കേണ്ട അമ്മയിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള ഒരു ദുർവിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണം. അങ്ങനെയാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ എന്ന നിലയിലേക്ക് ഇപ്പോൾ കോടതി മാറുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രതിഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ സമയത്ത് 22 വയസ്സ് മാത്രമാണ് ശരണ്യക്ക് പ്രായം. ചെറിയ പ്രായമാണ്. ഒരു ക്രിമിനൽ പശ്ചാത്തലമില്ല. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് ശരണ്യ വരുന്നത്. നിലവിൽ ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരികെ പോവുകയായിരുന്നു ശരണ്യ. അതിനാൽ തന്നെ പരമാവധി ശിക്ഷ കുറച്ചു കൊടുക്കണം എന്നുള്ള ആവശ്യമാണ് കഴിഞ്ഞ ദിവസം പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ കോടതി ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ എന്നതിലേക്ക് എത്തുന്നു. സ്മൃതി, ഇതിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ 2020 ഫെബ്രുവരി 17 ഈ ക്രൂര കൊലപാതകം നടക്കുന്നത്. ഭർത്താവുമായി അകന്നു കഴിയുന്ന ശരണ്യ കണ്ണൂർ തയ്യിലുള്ള തന്റെ വീട്ടിൽ നിന്ന് കുഞ്ഞിനെയും എടുത്ത് പുറത്തിറങ്ങുകയും അതിനുശേഷം കുഞ്ഞിനെ കടലിലെറിഞ്ഞ്, തൊട്ടടുത്ത് തന്നെയാണ് കടലിലെറിഞ്ഞ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നു. കുഞ്ഞ് മരിച്ചെന്ന് കരുതി അവിടെ നിന്ന് തിരികെ പോകുമ്പോഴാണ് കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത്. പിന്നീട് തിരികെ പോയ ശരണ്യ കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊല്ലപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, തന്റെ ഭർത്താവാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി ശരണ്യയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ കുഞ്ഞിന്റെ മൃതദേഹം ഈ കടൽക്കരയിൽ നിന്നും കാണുന്നു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ശരണ്യാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യത്തിന്റെയൊക്കെ ചുരുളഴിയുകയും ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഭർത്താവാണ് ഈ കൊലപാതകം നടത്തിയതെന്ന കാര്യത്തിൽ ശരണ്യ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണം, തെളിവ് ശേഖരിക്കൽ, അതിന്റെ ഭാഗമായാണ് കൊലപാതകം നടത്തിയത് ശരണ്യ തന്നെയാണ് എന്നുറപ്പിക്കുന്നത്. അതിൽ ഏറ്റവും നിർണായകമായത് കഴിഞ്ഞ ദിവസം കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു, ശരണ്യയുടെ വസ്ത്രത്തിൽ നിന്ന് ഉപ്പുവെള്ളത്തിന്റെ അംശം ലഭിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് കൃത്യമായൊരു മറുപടി പറയാൻ ശരണ്യക്ക് കഴിയുകയും ചെയ്തിരുന്നില്ല. അങ്ങനെ സാഹചര്യ തെളിവുകൾ മാത്രമുണ്ടായിരുന്ന ഒരു കേസിൽ, ദൃക്സാക്ഷികൾ ആരും തന്നെ ഇല്ലാതിരുന്ന ഒരു കേസിലാണ് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ എന്ന ഒരു നിലയിലേക്ക് കോടതി എത്തിയിരിക്കുന്നത്. ജീവപര്യന്തം ശിക്ഷ ശരണ്യക്ക് വിധിച്ചിരിക്കുന്നു. 1 ലക്ഷം രൂപ പിഴയടക്കണം എന്നുള്ള കാര്യം കൂടി കോടതി ഇവിടെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. സ്മൃതി, അഭിജിതൊപ്പം തന്നെ ഈ കേസിലെ രണ്ടാം പ്രതിയായിരുന്ന നിതിനെ, ശരണ്യയുടെ കൂട്ടുകാരൻ നിതിനെ വെറുതെ വിടുകയാണ് കോടതി ചെയ്തത്. അപ്പോൾ വേണ്ട വിധത്തിൽ തെളിവുകൾ ശേഖരിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നൊരു വാദമാണെന്ന് കോടതി പറഞ്ഞു. പ്രോസിക്യൂഷൻ ഇപ്പോൾ അപ്പീൽ പോകുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്താണ് നമുക്കറിയാനാവുന്നത്? സ്മൃതി, വിധിപ്പകർപ്പ് ലഭിച്ച ശേഷം അപ്പീൽ പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായ യു രമേശൻ വ്യക്തമാക്കിയത്. ഇതിൽ കോടതി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായ തെളിവുകളിലേക്ക് പോകാതെ സദാചാര പോലീസ് കളിക്കുകയാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചെയ്തത് എന്നുള്ളതാണ്. ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ആരോപണം ശരണ്യയുടെ ഭാഗത്തുനിന്നുണ്ടായത്, തന്റെ ഭർത്താവ്, അതായത് പ്രണവാണ് ഈ രീതിയിലുള്ള കൊലപാതകം നടത്തിയതെന്നുള്ളതാണ്. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ അക്കാര്യം നിഷേധിക്കുകയും തുടർന്ന് ആരോപണം ഈ ആൺസുഹൃത്തായ നിധിനിലേക്ക് പോവുകയുമാണ് ഉണ്ടായത്. അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞ കാര്യം, നിധിനും ശരണ്യയും ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചന അതിനൊടുവിൽ കുഞ്ഞൊരു തടസ്സമാകുമെന്ന് കണ്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് കോടതിയിലും തെളിവുകൾ നിരത്തി പ്രോസിക്യൂഷൻ വാദിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളോ അതുപോലെ തന്നെ വാട്സപ്പ് സന്ദേശങ്ങളോ ഒന്നും ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തണം എന്ന കാര്യത്തിൽ നിധിൻ ഉൾപ്പെട്ടു എന്നതിന് തെളിവാകില്ല എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം, അതായത് രാത്രി 17 ഈ പുലർച്ചെ കൊലപാതകം നടക്കുന്നു. തൊട്ട് തലേ ദിവസം 16 രാത്രി 10 മണി മുതൽ ഈ സംഭവം നടക്കുന്ന 17 രാവിലെ 11 മണി വരെ ഇരുവരും തമ്മിൽ ഒരു ഫോൺ സംഭാഷണങ്ങളും ഉണ്ടായിട്ടില്ല.
ആ രീതിയിൽ ഏതെങ്കിലും ഗൂഢാലോചന ഉണ്ട് എങ്കിൽ അങ്ങനെ ഒരു സംഭാഷണം ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ചില തെളിവുകൾ മാത്രം വെച്ച് നിധിനെ ഇതിൽ കുറ്റക്കാരനാക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. ഫെബ്രുവരി 17 നടന്ന ഈ കൊലപാതകത്തിലാണ് ഇപ്പോൾ